നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം കിലിയൻ എംബപ്പെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ PSG വിട്ടുകൊണ്ട് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫ്രീ ഏജന്റ് ആയിക്കൊണ്ടായിരിക്കും അദ്ദേഹം ക്ലബ്ബ് വിട്ടുകൊണ്ട് റയലിലേക്ക് പോവുക. ഇക്കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ മാധ്യമങ്ങളും മാധ്യമ എല്ലാം ഇക്കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ PSG വിടുന്നതിന് മുൻപ് ചാമ്പ്യൻസ് ലീഗ് ജേതാവായിക്കൊണ്ട് ക്ലബിനോട് വിട പറയാനുള്ള ഒരു സുവർണ അവസരം ഇപ്പോൾ എംബപ്പയ്ക്ക് മുന്നിലുണ്ട്. എന്തെന്നാൽ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ അവർ പ്രവേശിച്ചിട്ടുണ്ട്. സെമിയും ഫൈനലും അതിജീവിക്കാനായാൽ എംബപ്പയ്ക്കും PSG-ക്കും കന്നി UCL കിരീടം നേടാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ ഫൈനലിൽ റയൽ മാഡ്രിഡ് എതിരാളികളായിക്കൊണ്ട് വരാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. കാരണം ബയേണിനെതിരെയുള്ള ആദ്യപാദ പോരാട്ടം സമനിലയിൽ കുരുങ്ങിയെങ്കിലും രണ്ടാം പാദം സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്നത് റയലിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു കാര്യമാണ്. കിലിയൻ എംബപ്പയെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ നേരിടേണ്ടി വന്നാൽ എന്ത് ചെയ്യും? റയൽ മാഡ്രിഡിന്റെ ജർമ്മൻ പ്രതിരോധ നിര താരമായ അന്റോണിയോ റൂഡിഗർ തമാശ രൂപേണ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ അദ്ദേഹത്തെ തല്ലും എന്നാണ്, അല്ലെങ്കിൽ ഇടിക്കും എന്നാണ് റൂഡിഗർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എംബപ്പയെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ നേരിടേണ്ടി വന്നാൽ ഞങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിക്കുക തന്നെ ചെയ്യും. ഇനി അഥവാ അദ്ദേഹം എന്നെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഞാൻ അദ്ദേഹത്തെ തല്ലുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യും. ഇതാണ് തമാശ രൂപേണ റൂഡിഗർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ബൊറൂസിയയെ മറികടന്നുകൊണ്ട് PSG-യും ബയേണിനെ മറികടന്നുകൊണ്ട് റയലും ഫൈനലിൽ എത്തുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അങ്ങനെ സംഭവിച്ചാൽ ഒരിക്കൽ കൂടി കിലിയൻ എംബപ്പയ്ക്ക് റയലിനെതിരെ കളിക്കേണ്ടി വന്നേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.